എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റീറ്റർ PSCയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് BSI അതായത് ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 ആണ്. ഇത് നമ്മുടെ CPO അതുപോലെ WCPO SI തസ്തികകളിലേക്കുള്ള എക്സാമിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഭാഗമായിട്ടുള്ള ഏകദേശം CPOയ്ക്കും WCPOയ്ക്കും ആകണമെങ്കിൽ ഏകദേശം 2 മാർക്കും അതുപോലെ SI തസ്തികയിലേക്കാണെങ്കിൽ ഏകദേശം 5 മാർക്കും നമുക്ക് നേടാൻ സാധിക്കുന്ന ഒരു ഭാഗമാണ്. അതായത് 2 എക്സാമുകൾക്കും ഏകദേശം ഒരേ സിലബസ് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടിനും ഒരേ രീതിയിൽ തന്നെ പഠിച്ചാൽ മതി. SI എക്സാമിനാണെങ്കിൽ കുറച്ച് സ്റ്റേറ്റ്മെന്റ് രൂപേണ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ആ ഒരു രീതിയിൽ പഠിക്കണമെന്നേ ഉള്ളൂ. അതായത് രണ്ടും സെയിം ടോപ്പിക്കുകളാണ്, അതായത് സിലബസുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് BSI അല്ലെങ്കിൽ ഭാരതീയ സാക്ഷ്യ അധിനിയം? നമ്മുടെ ഈ വർഷത്തെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ അകത്ത് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടല്ലേ. അതായത് നമ്മുടെ IPCക്ക് പകരമായിട്ട് BNSഉം അതുപോലെ CRPCക്ക് പകരമായിട്ട് BNSSഉം അതുപോലെ ഇന്ത്യൻ തെളിവ് നിയമം 1872 ഇതിന് പകരമായിട്ട് BSI അതായത് ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ മാറ്റങ്ങളാണ് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ അകത്ത് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ ഈ എവിഡൻസ് ആക്ടിന്, അതായത് ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരമായിട്ട് വന്നതാണ് നമ്മുടെ ഭാരതീയ സാക്ഷ്യ അധിനിയം. അപ്പോൾ എവിഡൻസ് ആക്ട് ആയിരുന്നപ്പോൾ എന്താണ് സിലബസ് കുറച്ചേ ഉള്ളായിരുന്നു. പക്ഷേ നമ്മുടെ ഈ BSI ആയപ്പോഴത്തേക്കും എന്താണ് സിലബസിന് കുറച്ച് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഇവിടെ പഠിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെയാണ് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നത്, അതുപോലെ നിലനിർത്തിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട്. BSI അതായത് ഭാരതീയ സാക്ഷ്യ അധിനിയമത്തിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ എന്താണ് നമുക്ക് എവിഡൻസ് ആക്ടിനെ പറ്റി കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കാരണം എന്താണ്, നമ്മുടെ ഭാരതീയ സാക്ഷ്യ അധിനിയം നിലവിൽ വന്നെന്ന് പറഞ്ഞാൽ കൂടിയും അത് നിലവിൽ വരുന്നതിന് മുമ്പുള്ള കേസുകളുണ്ടല്ലോ, ആ കേസുകൾക്ക് എന്താണ് ബാധകമായിട്ടുള്ളത് ഏത് തന്നെയായിരിക്കും, നമ്മുടെ എവിഡൻസ് ആക്ട് തന്നെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. എക്സാമിനെ ഏത് രീതിയിൽ ചോദിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്താണ് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആദ്യം തന്നെ എവിഡൻസ് ആക്ട് അതിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജെയിംസ് സ്റ്റീഫൻ. ആരാണ്? ജെയിംസ് സ്റ്റീഫൻ ആണ് എവിഡൻസ് ആക്ടിന്റെ ഉപജ്ഞാതാവെന്ന് അറിയപ്പെടുന്നത്. ഇനി ഇന്ത്യൻ എവിഡൻസ് ആക്ട് പാസ്സാക്കിയത് എന്നാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1872 മാർച്ച് 15 എന്നാണ് 1872 മാർച്ച് 15 എവിഡൻസ് ആക്ട് പാസ്സാക്കിയിരിക്കുന്നത്. എന്നാൽ നിലവിൽ വന്നതോ 1872 സെപ്റ്റംബർ 1 നിലവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഡേറ്റുകൾ ഓർത്തിരിക്കുക. 1872 മാർച്ച് 15 എവിഡൻസ് ആക്ട് പാസ്സാക്കുകയും നിലവിൽ വന്നതെന്നാണ് 1872 സെപ്റ്റംബർ 1 നിലവിൽ വരികയും ചെയ്തു. ഇനി ഇതിൻ്റെ അകത്ത് ഏകദേശം 11 അധ്യായങ്ങളുണ്ട്. എത്രയാണ്? 11 അധ്യായങ്ങൾ. അതുപോലെ 167 സെക്ഷനുകളും 3 പാർട്ട്, അതായത് 3 ഭാഗവും ഉണ്ട്. അത് കറക്റ്റ് ഓർത്തിരിക്കുക. എത്രയാണ്? 11 അധ്യായം, അതായത് ചാപ്റ്ററുകൾ, 11 ചാപ്റ്ററുകൾ, 167 സെക്ഷനുകൾ, അതുപോലെ തന്നെ 3 പാർട്ടുകളും ഉണ്ട്. ഇനി ഈ 3 പാർട്ടുകൾ ഏതൊക്കെ എന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ചോദിക്കാൻ ചാൻസ് വളരെ കുറവാണ്, എന്നാൽ കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി ഒന്നാമത്തെ പാർട്ടിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വസ്തുതകളുടെ പ്രസക്തിയെ പറ്റിയാണ്. എന്താണ് വസ്തുതകളുടെ പ്രസക്തി? ഇനി രണ്ടാമത്തെ പാർട്ടി പറയുന്നത് തെളിവിനെ സംബന്ധിച്ച കാര്യങ്ങൾ. എന്താണ്? തെളിവിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ പറ്റിയാണ് രണ്ടാമത്തെ പാർട്ടിൽ പറയുന്നത്. ഇനി മൂന്നാമത്തെ പാർട്ടിൽ പറയുന്നത് തെളിവ് ഹാജരാക്കലും അതിന്റെ അനന്തര ഫലങ്ങളും. അതാണ് മൂന്നാമത്തെ പാർട്ടി പറയുന്നത്. അപ്പം ഒന്നാമത്തെ പാർട്ടി പറയുന്നത് എന്താണ്? വസ്തുതകളുടെ പ്രസക്തിയെ പറ്റി. രണ്ടാമത്തെ പാർട്ടി പറയുന്നതോ തെളിവിനെ സംബന്ധിച്ച കാര്യങ്ങൾ. മൂന്നാമത്തെ പാർട്ടിൽ എന്താണ്? തെളിവിന്റെ ഹാജരാക്കലും അതുപോലെ തന്നെ അതിന്റെ അനന്തര ഫലങ്ങളെ പറ്റിയുമാണ് മൂന്നാമത്തെ പാർട്ടി പറയുന്നത്. ഇനി ഈ ഭാരതീയ സാക്ഷ്യ അധിനിയം ഇതിന്റെ വ്യാപ്തി എന്താണ്? ഇന്ത്യ മുഴുവനുമാണ് ഇതിന്റെ വ്യാപ്തി. അതുപോലെ തന്നെ ഈ എവിഡൻസ് ആക്ടിന്റെ എന്തായിരുന്നു? ഇന്ത്യ മുഴുവനുമായിരുന്നു. അതുപോലെ ഇത് നിലവിൽ ഉള്ള ഏത് സിവിൽ ക്രിമിനൽ നടപടിക്രമങ്ങൾക്കും അല്ലെങ്കിൽ ആക്ടുകൾക്കും എന്താണ് നമ്മുടെ ഈ തെളിവ് നിയമം, അതായത് ഭാരതീയ സാക്ഷ്യ അധിനിയം എന്താണ് ഇതിന് ബാധകമായിട്ട് വരുന്നുണ്ട്. ഇനി ഈ തെളിവ് നിയമത്തിൽ നിന്ന് BSIയിലേക്ക് മാറിയപ്പോൾ എന്താണ് കുറച്ച് കാര്യങ്ങൾ അതേപടി നിലനിർത്തിയിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കണം. അതായത് ഏകദേശം 3 കാര്യങ്ങൾ അതേപടി നിലനിർത്തിയിട്ടുണ്ട്. അതായത് പണ്ടുള്ളതുപോലെ തന്നെ ഇപ്പോഴും നിലവിലുണ്ട്. അത് ഏതൊക്കെയാണ്? സ്വീകാര്യമായ തെളിവുകൾ.
അതായത് സ്വീകാര്യമായ തെളിവുകൾ, തെളിയിക്കപ്പെട്ട വസ്തുതകൾ, അതുപോലെ തന്നെ പോലീസിനോടുള്ള കുറ്റസമ്മതം. ഈ 3 കാര്യങ്ങൾക്ക് എന്താണ് പണ്ടുള്ളതുപോലെ തന്നെ ഇപ്പോഴും അതേ രീതിയിൽ തന്നെ പുതിയ ആക്ടിലും ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് അതിന് മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഇനി പുതിയതായിട്ട് നമ്മുടെ BSAയിൽ ആഡ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് എന്താണ്, പണ്ട് കാലങ്ങളിൽ എന്തായിരുന്നു ഇത്, ഈ തെളിവ് നിയമമായിരുന്നത് ഏത് സമയത്താണ്? 1872 കാലഘട്ടങ്ങളിലായിരുന്നു. അന്ന് വെച്ചുള്ളത് നോക്കുമ്പോൾ എന്താണ്, ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അതായത് എന്താണ്, ഇലക്ട്രോണിക് മാധ്യമങ്ങൾ, അതുപോലെ തന്നെ എന്താണ്, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇന്നത്തെ കാലങ്ങളിൽ എന്താണ് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പണ്ടുള്ള ആക്ട് അപ്പം എന്താണ്, അതിന് മതിയായി വരത്തില്ല. കാരണം അന്നുള്ള ആക്ടിൽ എന്താണ്, ഈ ഇലക്ട്രോണിക് രൂപേണയുള്ള തെളിവുകളുടെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളെപ്പറ്റി എന്താണ് മാറ്റങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ എന്താണ് ഇന്നും ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാണ് എന്താണ്, ഡോക്യുമെന്റുകൾ. അതായത് ഇന്ന് എന്താണ്, ഇലക്ട്രോണിക് രൂപേണയുള്ള ഒരുപാട് ഡോക്യുമെന്റ്സ് ഉണ്ട്. അതായത് വീഡിയോ, ഓഡിയോ, അതുപോലെ പിക്ചേഴ്സ്, ഈ രൂപേണയുള്ള ഒരുപാട് എന്താണ് തെളിവുകൾ നമുക്ക് എന്താണ് സ്വീകാര്യമായി വരുന്ന സാഹചര്യമാണ്. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് പുതിയ BSAയിലേക്ക് വന്നപ്പോൾ എന്താണ് പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഏതാണ്, ഇലക്ട്രോണിക് മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഇലക്ട്രോണിക് രൂപേണയുള്ള തെളിവുകളെ പറ്റി എന്താണ് നമ്മുടെ BSAയിൽ എന്താണ് പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ആ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്ന് എന്താണ്, ഡോക്യുമെന്റ് എവിഡൻസ്, അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ് ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഡിജിറ്റൽ രൂപേണയുള്ള തെളിവുകൾ, അതിനെപ്പറ്റി നമ്മളിപ്പം സംസാരിച്ചു കഴിഞ്ഞിരുന്നു. ഇനി അടുത്ത പറഞ്ഞ എന്താണ്, സെക്കൻഡറി എവിഡൻസ്, അതായത് ദ്വിതീയ എവിഡൻസുകൾ, സെക്കൻഡറി എവിഡൻസുകൾ. ഇനി അടുത്ത ഒന്നെന്താണ്, വാക്കായിട്ടുള്ള തെളിവുകൾ. അതായത് ഒരാൾ എന്താണ് സാക്ഷിയായിട്ടുള്ള ഒരാളായിരിക്കും, അന്നേരം അദ്ദേഹം എന്താണ് പറയുന്നത് എന്താണ്, അതൊരു തെളിവായിട്ട് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്താണ് വാക്കായിട്ടുള്ള തെളിവുകൾ എന്താണ് ഇന്നത്തെ കാലത്ത് അതിന് പ്രസക്തിയുണ്ട്. അതുപോലെ എന്താണ് ജോയിന്റ് ട്രയൽ. ഇത്രയും കാര്യങ്ങളാണ് പുതിയ ആക്ട് വന്നപ്പോൾ എന്താണ് ആഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അപ്പം അതും നമ്മളൊന്ന് ഓർത്തിരിക്കണം. കാരണം എന്താണ്, ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് രൂപേണ നമുക്കൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം ഈ ഭാഗത്ത് നിന്ന്. അതായത് BSA, അതായത് ഭാരതീയ സാക്ഷ്യ അധിനിയം നിലവിൽ വന്നതോടുകൂടി പുതിയതായിട്ട് ആക്ടിൽ ആഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ എന്ന് നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് രൂപേണ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അവിടുന്ന് പ്രതീക്ഷിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി ഇതുപോലെ തന്നെ നമ്മുടെ ഭാരതീയ സാക്ഷ്യ അധിനിയമത്തിന്റെ ഒരു കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് എന്നാണ് ലോക്സഭയിൽ അവതരിപ്പിച്ചത്, പാസ്സാക്കിയതെന്ന്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ BSA ലോക്സഭയിൽ ആദ്യമായി അവതരിപ്പിച്ചതെന്നാണ് 2023 ഓഗസ്റ്റ് 11 ആദ്യമായി ലോക്സഭയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നാണ്. 2023 ഓഗസ്റ്റ് 11. ആരാണിത് ലോക്സഭയിൽ അവതരിപ്പിച്ചത്? നമ്മുടെ ഇന്നത്തെ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായിട്ടുള്ള അമിത് ഷായാണ് നമ്മുടെ ഭാരതീയ സാക്ഷ്യ അധിനിയം ബില്ല് എന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ഓഗസ്റ്റ് 11 2023 ഓഗസ്റ്റ് 11. ഇത് പക്ഷേ കുറച്ച് പിഴവുകൾ ഉള്ളതുകൊണ്ട് അന്ന് എന്താണ് ഇത് പാസ്സാക്കിയില്ലായിരുന്നു. ഇത് ആദ്യത്തെ അവതരണത്തിൽ എന്താണ് പാസ്സായിട്ടില്ല. കാരണം ഇതിന് കുറച്ച് പിഴവുകൾ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ ആ കാര്യങ്ങളൊക്കെ ഒരു റിപ്പോർട്ടായിട്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. അതെന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2023 നവംബർ 10. ഈ ഡേറ്റ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നതിന് വേണ്ടി മാത്രം പറഞ്ഞതാണ്. ഇനി ഇത് രണ്ടാമത് ലോക്സഭയിൽ അവതരിപ്പിച്ചതെന്നാണ്. രണ്ടാമത് ഇതിന്റെ പിഴവുകളെല്ലാം പരിഹരിച്ച ശേഷം ലോക്സഭയിൽ അവതരിപ്പിച്ചത് 2023 ഡിസംബർ 12 എന്നാണ്. 2023 ഡിസംബർ 12. ഇനി ഇത് പാസ്സായതെന്നാണ്. ലോക്സഭ ഈ ബില്ല് പാസ്സാക്കിയത് 2023 ഡിസംബർ 20 ഇനി പറയാൻ പോകുന്ന ഡേറ്റുകളെല്ലാം തന്നെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ BNS ഈ ബില്ലുകളെല്ലാം ഇതെല്ലാം എന്നാണ് ഒന്നിച്ചാണ് ലോക്സഭയിൽ പാസ്സാക്കിയതും അതുപോലെ തന്നെ നിലവിൽ വന്നതും. അപ്പോൾ ലോക്സഭ പാസ്സാക്കിയതെന്നാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. 2023 ഡിസംബർ 20 ലോക്സഭ പാസ്സാക്കിയത്. ഇനി രാജ്യസഭ പാസ്സാക്കിയതെന്നാണ് തൊട്ടടുത്ത ദിവസം, അതായത് ഡിസംബർ 21 2023 ഡിസംബർ 21 രാജ്യസഭ പാസ്സാക്കുന്നു. ഇനി പ്രസിഡന്റ് ഒപ്പുവെച്ചതെന്നാണ് 2023 ഡിസംബർ 25, അതായത് ക്രിസ്മസ് ദിനത്തിലാണെന്ന് ഓർത്തിരിക്കുക. ഇനി ഇത് നിലവിൽ വരുന്നതെന്നാണ് 2024 ജൂലൈ 1 നമ്മുടെ ഈ ബില്ല് നിലവിൽ വരുന്നത്. അതായത് ഈ ആക്ട് ഒരു ആക്റ്റായിട്ട് നിലവിൽ വരുന്നത് എന്താണ് 2024 ജൂലൈ 1.
അപ്പോൾ ഈ ഡേറ്റുകളെ കാര്യങ്ങളെല്ലാവരും നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് പഠിച്ചു വെച്ചാൽ മതി. ഒരെണ്ണത്തിന് പഠിച്ചാൽ തന്നെ എന്താണ്, നമുക്ക് 3 ആക്ടുകൾക്കും എന്താണ് ഈ സെയിം ഡേറ്റുകളാണ്. അതുകൊണ്ട് നമുക്ക് അവിടെ അങ്ങനെ ഒരു എളുപ്പമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി ഇൻ കേസ് ഈ ഡേറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കറണ്ട് അഫയേഴ്സിന്റെ പാർട്ടിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ആ മാർക്ക് പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ ഡേറ്റുകളെ കാര്യങ്ങളെല്ലാം പറയുന്നത്. ഇനി നമുക്ക് ഭാരതീയ സാക്ഷ്യ അധിനിയമിൽ എത്ര ചാപ്റ്റർ അതുപോലെ പട്ടിക എന്നിവ ഉള്ളതെന്ന് നോക്കാം. എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 12 ചാപ്റ്റേഴ്സ്. നമ്മുടെ എവിഡൻസ് ആക്ടിൽ എത്രയായിരുന്നു? 11 ചാപ്റ്റേഴ്സ് ആയിരുന്നു, 11 അധ്യായമായിരുന്നു. അത് ഒരെണ്ണം കൂടിയിട്ടുണ്ട്, 12 അധ്യായമായി. ഇനി സെക്ഷനുകളോ 170 സെക്ഷനുകളായി മാറിയിട്ടുണ്ട്. എവിഡൻസ് ആക്ടിൽ എത്രയായിരുന്നു? 167 ആയിരുന്നു. BSIയിലേക്ക് വന്നപ്പോൾ 170 ആയിട്ടുണ്ട്. 3 സെക്ഷനുകൾ കൂടുതൽ വന്നിട്ടുണ്ട്. ഇനി പാർട്ട് എത്രയായിരുന്നു? എവിഡൻസ് ആക്ട് 3 ആയിരുന്നു. നിലവിലിപ്പം BSIയിലേക്ക് വന്നപ്പോൾ 4 പാർട്ടായിട്ടുണ്ട്, 1 കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പട്ടിക ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക, അധ്യായങ്ങൾ 12, സെക്ഷനുകൾ എത്രയാണ്? 170 സെക്ഷനുകൾ, അതുപോലെ 4 പാർട്ട്, അതുപോലെ തന്നെ ഒരു പട്ടിക. അപ്പം ഈ കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കുക. ഇനി ഈ പാർട്ട്, അതായത് ഭാഗങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ആദ്യത്തെ ഭാഗത്തിൽ പറയുന്നത് എന്താണ്? ഫസ്റ്റ് പാർട്ടിൽ പറയുന്നത് പ്രാരംഭം അല്ലെങ്കിൽ പ്രിലിമിനറി, അതായത് കുറച്ച് ഡെഫിനിഷന് കാര്യങ്ങൾ, അതുപോലെ തന്നെ കുറച്ച് വേർഡ്സിന്റെ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒന്നാമത്തെ പാർട്ടിൽ, അതായത് പ്രിലിമിനറിക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ പാർട്ടിൽ എന്താണ്? വസ്തുതകളുടെ നിലനിൽപ്പിനെ പറ്റിയാണ് രണ്ടാമത്തെ പാർട്ടിൽ പറയുന്നത്. എന്താണ്? വസ്തുതകളുടെ നിലനിൽപ്പ്, അതായത് ഫാക്ട്. ഇനി മൂന്നാമത്തെ പാർട്ടിൽ എന്താണ് പറയുന്നത്? തെളിവുമായി ബന്ധപ്പെട്ട അതുമായി സംബന്ധിച്ച കാര്യങ്ങളാണ് മൂന്നാമത്തെ പാർട്ടിൽ പറയുന്നത്. അതുപോലെ നാലാമത്തെ പാർട്ടിൽ എന്താണ് പറയുന്നത്? തെളിവുകളുടെ സ്വീകാര്യതയും അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെ പറ്റിയുമാണ് നാലാമത്തെ പാർട്ടിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ ഈ 4 കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് സെക്ഷനുകളിലേക്ക് കടക്കാം. അതിന് മുന്നേ ആദ്യം തന്നെ നമുക്ക് ഒരു 5 ഡെഫിനിഷനുകൾ പഠിക്കാനുണ്ട്. അതായത് രണ്ടാമത്തെ സെക്ഷൻ്റെ അകത്താണ് ഡെഫിനിഷനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ സെക്ഷൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് ഏകദേശം 5 എണ്ണം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതായത് അത് ഏതൊക്കെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2D, 2E, 2F, അതുപോലെ 2G, 2K. ഈ 5 എണ്ണമാണ് നമുക്ക് പഠിക്കേണ്ടതുള്ളത്. അതായത് ആദ്യത്തേത് തന്നെ നോക്കാം. 2D. ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ നമുക്ക് കണക്ട് ചെയ്യാൻ എളുപ്പമുണ്ട്. ഡി എന്ന് പറഞ്ഞാൽ ഡോക്യുമെന്റ്. അപ്പോൾ രേഖയെ പറ്റി പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ രേഖകൾക്ക് ഒരു ഡെഫിനിഷൻ നൽകിയിരിക്കുന്ന സെക്ഷനാണ് 2D. അപ്പോൾ ആദ്യത്തെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. 2D എന്ന് പറഞ്ഞാൽ എന്താ? ഡി ഡോക്യുമെന്റ് എന്ന് പറയാം, അതായത് രേഖ. നമുക്ക് പഠിക്കാൻ എളുപ്പമുണ്ട്. ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്യുമെന്റ്. എന്താണ് രേഖ എന്ന് പറഞ്ഞാൽ? അതായത് ഒരു അക്ഷരങ്ങളോ അല്ലെങ്കിൽ ഒരു കൂട്ടം വാക്കുകളോ ചേർത്തിട്ടുള്ള ഒരു ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഒരു രേഖ, അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് രേഖയായിട്ട് കണക്കാക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് രേഖയ്ക്ക് കുറച്ച് എക്സാമ്പിൾസ് അല്ലെങ്കിൽ അത് രേഖയായിട്ട് പരിഗണിക്കാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തേത് തന്നെ എന്താണ്? അതായത് റൈറ്റിങ്സ്, അതായത് നമ്മൾ എഴുതി തിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു ഒരു കാര്യത്തെ നമുക്ക് രേഖയായിട്ട് കണക്കാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഫോട്ടോ, അതായത് എന്തെങ്കിലും ഒരു വസ്തുതയുടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് ആയിട്ടുള്ള കാര്യത്തിന്റെ ഒരു ഫോട്ടോ നമുക്കതൊരു രേഖയായിട്ട് കണക്കാക്കാം. അതുപോലെ തന്നെ ഒരു പ്ലാൻ അല്ലെങ്കിൽ ഒരു മാപ്പ്. ഇപ്പോൾ ഇത് ഒരു വീടിന്റെ പ്ലാൻ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് അതുപോലെയുള്ള പ്ലാനുകൾ അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ സംബന്ധിച്ച ഒരു പ്ലാന്, ഇതിനെ നമുക്ക് രേഖയായിട്ട് കണക്കാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മാപ്പ്, ഒരു സ്ഥലത്തിന്റെ ഭൂപടം നമുക്ക് ഒരു രേഖയായിട്ട് കണക്കാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കാരിക്കേച്ചർ, അതായത് ഹാസ്യ രൂപേണയുള്ള ചിത്രങ്ങൾ അല്ലെങ്കിൽ രേഖാചിത്രങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് രേഖയായിട്ട് പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അവസാനമായിട്ട് നമുക്ക് ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇലക്ട്രോണിക് രൂപേണയുള്ള മാർഗങ്ങളിൽ കാണിച്ചിട്ടുള്ള ഒരു വസ്തുത, അതിനെ നമുക്ക് രേഖയായിട്ട് പരിഗണിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഓഡിയോ വീഡിയോ രൂപേണയുള്ള ഒരു കാര്യം അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പി ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ഇലക്ട്രോണിക് രൂപേണയാണ്. ഇതിനെയൊക്കെ അതിനെയൊക്കെ രേഖയായിട്ട് നമുക്ക് പരിഗണിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡോക്യുമെന്റ് ആയിട്ട് പരിഗണിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെ എന്ന് പറഞ്ഞ് നമുക്കൊരു ക്വസ്റ്റ്യൻ അവിടുന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം ഈ ഡോക്യുമെന്റിന്റെ അകത്ത് ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഡോക്യുമെന്റ് ആയിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഏതൊക്കെ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് അടുത്ത ഡെഫിനിഷൻ നോക്കാം. 2E.
ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? എവിഡൻസ്. അപ്പം നമുക്ക് പഠിക്കാൻ എളുപ്പമുണ്ട്. ഡി എന്തായിരുന്നു? ഡോക്യുമെന്റ് ആയിരുന്നു. ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിഡൻസ്, തെളിവ്. അതായത് തെളിവായിട്ട് നമ്മൾ പരിഗണിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് വിചാരണയിലിരിക്കുന്ന ഒരു കേസിൽ കോടതി അനുവദിക്കുന്നതായിട്ടുള്ള ഒരു തെളിവിനെ എന്താണ് നമുക്ക് തെളിവായിട്ട് പറയാം. അതുപോലെ തന്നെ ആദ്യത്തെ ഇത് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതായത് ഒരു കോടതി അനുവദിക്കുന്ന, അതായത് വിചാരണ സമയത്ത് കോടതി അനുവദിക്കുന്ന തെളിവുകൾ അല്ലെങ്കിൽ എന്താണ് ഇലക്ട്രോണിക് രൂപേണയോ അല്ലെങ്കിൽ അങ്ങനെ ഏതു വിധേനയുള്ള തെളിവിനെ എന്താണ് നമുക്കൊരു ഓറൽ എവിഡൻസ് എന്ന് പറയാം. അതായത് വാക്കാലുള്ള തെളിവ്. തെളിവുകളെ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓറൽ എവിഡൻസ്, അതുപോലെ സെക്കൻഡറി, പ്രൈമറി എവിഡൻസ്, അങ്ങനെയൊക്കെ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് അറിഞ്ഞിരിക്കുക, കോടതി അനുവദിക്കുന്ന ഇലക്ട്രോണിക് രൂപേണ അതുപോലെ തന്നെ മറ്റു രൂപേണകളിലും ഉള്ള തെളിവുകളെ എന്താണ് ഓറൽ എവിഡൻസ് അല്ലെങ്കിൽ വാക്കാലുള്ള തെളിവ് എന്ന് കണക്കാക്കാം എന്ന് നമ്മുടെ ഈ ആക്ടിൽ പറയുന്നു. ഇനി രണ്ടാമത് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കോടതിയുടെ പരിശോധനയ്ക്കായി എത്തിച്ചിട്ടുള്ള ഡിജിറ്റൽ രൂപേണയും ഇലക്ട്രോണിക് രൂപേണയും മറ്റ് എല്ലാ വിധേനയുമുള്ള രേഖകളെ ഉണ്ടല്ലോ, ഈ രേഖകളെ എന്താണ് നമുക്ക് ഒരു തെളിവ് അല്ലെങ്കിൽ എവിഡൻസ് ആയിട്ട് പരിഗണിക്കാം, അല്ലെങ്കിൽ എവിഡൻസ് ആണ് എന്നാണ് ഈ സെക്ഷൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ ഈ സെക്ഷൻ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് എന്തായിരുന്നു? നമ്മൾ വിചാരണ സമയത്ത് കോടതിയിൽ എത്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ കോടതി അനുവദിക്കുന്നതായിട്ടുള്ള രേഖകൾ അല്ലെങ്കിൽ ഒരു എവിഡൻസിനെ എന്താണ് നമുക്ക് ഓറൽ എവിഡൻസ് അല്ലെങ്കിൽ വാക്കാലുള്ള എവിഡൻസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ രണ്ടാമത് പറഞ്ഞിട്ടുള്ള എന്തായിരുന്നു? ഇലക്ട്രോണിക്, ഡിജിറ്റൽ രൂപേണ അല്ലെങ്കിൽ മറ്റ് വിധേനയുള്ള ഏത് രേഖകളെയും എന്താണ് നമുക്കൊരു എവിഡൻസ് എന്ന് പരിഗണിക്കാം എന്ന് ഈ സെക്ഷൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ മൂന്നാമതായി പറയാൻ പോകുന്നത് 2F. എന്താണ്? 2-ലെ സബ്സെക്ഷൻ എഫ്. എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാക്ട്, അതായത് ഒരു വസ്തുത. എന്തൊക്കെയാണ് ഒരു വസ്തുത എന്നാണ് ഈ 2F-ന്റെ അകത്ത് പറയുന്നത്. എന്താണ്? നമ്മൾ ഇന്ദ്രിയ അനുഭവങ്ങളിലൂടെ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്ന എന്തിനേയും നമുക്ക് എന്താണ് ഒരു വസ്തുത എന്ന് പറയാമെന്നാണ് ഈ സെക്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? നമ്മുടെ ഇന്ദ്രിയ അനുഭവങ്ങളിലൂടെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന എന്തിനേയും നമുക്ക് ഒരു വസ്തുത ആയിട്ട് പരിഗണിക്കാം എന്നാണ് പറയുന്നത്. അതിലെന്താണ് നമ്മുടെ ഒരു ബോധമുള്ള ഒരു അവസ്ഥയെയും എന്താണ് നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യം ഓർക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു 2-3 എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് അതും കൂടെ ഒന്ന് നോക്കി വിടാം. ഒരു ക്രമത്തിൽ ഒരു കുറെ കാര്യങ്ങൾ അടുക്കി വെച്ചിരിക്കുന്ന എന്താണ് ഒരു വസ്തുതയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് കാണുന്നതോ കേൾക്കുന്നതോ അല്ലെങ്കിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതോ ആയിട്ടുള്ള എന്തിനേയും നമുക്ക് എന്താണ് ഒരു വസ്തുതയാണെന്ന് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു വാക്കാൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിന് എന്താണ് വസ്തുത എന്ന് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വ്യക്തി തൻ്റെ അഭിപ്രായം പറയുന്നതോ അല്ലെങ്കിൽ വഞ്ചനാപരമായിട്ടില്ലാത്ത ഒരു കാര്യം പറയുന്നതോ അല്ലെങ്കിൽ ഒരു പ്രസ്താവന പറയുന്നതോ ഇതെല്ലാം എന്താണ് ഒരു വസ്തുത ആണെന്ന് പറയാൻ സാധിക്കും. അതായത് ജസ്റ്റ് ഇത്ര ഓർത്താൽ മതി. എന്താണ് ഇന്ദ്രിയ അനുഭവങ്ങളിലൂടെ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്ന എന്തിനേയും എന്താണ് ഒരു വസ്തുതയായിട്ട് പരിഗണിക്കാം. ഈ കാര്യം ഓർത്തിരിക്കുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് 2G ആണ്. എന്താണ്? ഫാക്ട്സ് ഇൻ ഇഷ്യൂ, അതായത് പ്രശ്നത്തിലുള്ള വസ്തുത. ജസ്റ്റ് ഓർത്താൽ മതി. നമ്മളിപ്പം വസ്തുത എന്താണെന്ന് പറഞ്ഞല്ലോ, അതുപോലെ തന്നെ പ്രശ്നത്തിലുള്ള വസ്തുത, അതായത് ഒരു കേസുമായി ബന്ധപ്പെട്ട് വന്നു കഴിയുമ്പം ഒരു വസ്തുതയുടെ പ്രസക്തി അല്ലെങ്കിൽ അത് എങ്ങനെ ഉപയോഗിക്കാം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന വസ്തുതകളുണ്ടല്ലോ, അതായത് ഒരു കേസിൽ വന്നു കഴിയുമ്പോഴത്തേക്കും അതിൽ ഉൾപ്പെടുത്തിട്ട് എന്താണ് അവിടെ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ടാകുന്ന തരത്തിലുള്ള വസ്തുതയുണ്ട്. ചിലത് റെലവെന്റ് അല്ലായിരിക്കും, പക്ഷെ ചില കാര്യങ്ങൾ എന്താണ് അവിടെ അതുമായിട്ട് കേസുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അത് റെലവെന്റ് ആയിട്ടുള്ള വസ്തുതയായിരിക്കും. അങ്ങനെയുള്ള വസ്തുതകൾ, അതായത് ഒരു കാര്യം ഒരു ഇഷ്യൂ എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് അടുത്ത് നിൽക്കുന്ന വസ്തുതകൾ അല്ലെങ്കിൽ അവിടെ എന്താണ് അതുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ആ കേസ് വെച്ച് നോക്കുമ്പോൾ അത് ഇമ്പോർട്ടൻസ് ഉള്ള വസ്തുതകളുണ്ട്. അതിനെപ്പറ്റി പറയുന്നതാണ് 2G-യിൽ പറയുന്നത്. ഇനി നമുക്ക് അവസാനമായിട്ട് നോക്കാനുള്ള ഡെഫിനിഷൻ 2K ആണ്. റെലവൻസ് അല്ലെങ്കിൽ പ്രസക്തം, അതായത് പേര് തന്നെയുണ്ട്, പ്രസക്തമായിട്ടുള്ള എന്താണ് വസ്തുതകളെ പറ്റി പറയുന്നു. അതായത് ചിലപ്പോൾ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഒരു ഫാക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു വസ്തുതയുണ്ട്, അതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ മറ്റൊരു വസ്തുത ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അതെന്താണ് ഇവിടെ റെലവെന്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും അല്ലെങ്കിൽ ഇവിടെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വസ്തുതയായിരിക്കും. ഇങ്ങനെ എന്താണ് ഒരു കേസുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ റെലവെന്റ് ആയിട്ടുള്ള വസ്തുത അല്ലെങ്കിൽ അതിന്റെ പ്രസക്തി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിന്റെ പ്രസക്തി ഇവിടെ എത്രമാത്രം ഉണ്ടെന്നുള്ളത് ഈ 2K-യിൽ അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി അല്ലെങ്കിൽ എന്താണ് റെലവൻസ് എന്നുള്ളത് 2K-യിൽ പറയുന്നു.
പറയുന്നു. അപ്പോൾ നമ്മൾ ഈ ജസ്റ്റ് ഈ 5 കാര്യങ്ങൾ പറഞ്ഞു, ഇത് ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. ഇതിൻ്റെ എല്ലാം ഡെഫിനിഷനെ കാര്യങ്ങൾ, അതുപോലെ തന്നെ എന്തായിരിക്കും ആ ഡെഫിനിഷൻ അവിടെ വരാനുള്ള കാരണം എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് 22ാമത്തെ സെക്ഷനാണ്. 22ാമത്തെ സെക്ഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറ്റസമ്മതവുമായി ബന്ധപ്പെട്ട ഒരു സെക്ഷനാണ് 22ാമത്തെ സെക്ഷൻ. അതായത് ഒരു ഭീഷണി ഭയന്നോ അല്ലെങ്കിൽ ഒരു എന്താണ്, ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് 22ാമത്തെ സെക്ഷനാണ്. അതായത് ഒരു കുറ്റസമ്മതവുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് 22ാമത്തേത്. അതായത് ഭീഷണി, ഭയം, അതുപോലെ തന്നെ പ്രേരണ, അതുപോലെ തന്നെ വാഗ്ദാനം, അതുപോലെ ഒരു ഗിഫ്റ്റ്, അതുപോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഒരാൾ ഒരു കുറ്റം സമ്മതിക്കുകയാണെങ്കിൽ അതെന്താണ്, അത് റെലവൻ്റ് അല്ലാതെ കോടതി പ്രഖ്യാപിക്കും. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് 22ാമത്തെ സെക്ഷനാണ്. 22ാമത്തെ സെക്ഷൻ്റെ കുറ്റസമ്മതവുമായി ബന്ധപ്പെട്ട ഒരു സെക്ഷനാണ് 22ാമത്തെ. അതായത് കുറ്റസമ്മതം എപ്പോഴാണ് പ്രസക്തമാകുന്നത് അല്ലെങ്കിൽ അപ്രസക്തമാകുന്നത് എന്നുള്ള കാര്യം 22ാമത്തെ സെക്ഷനിൽ പറയുന്നു. അപ്പോൾ ആ 2 കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. നമുക്ക് നോക്കാം എപ്പോഴൊക്കെയാണ് അപ്രസക്തമാകുന്നത് എന്നുള്ളത്. അതായത് ഒരു ഭീഷണി, ഭയം, അതുപോലെ തന്നെ എന്താണ് ഒരു പ്രേരണ, വാഗ്ദാനം, അല്ലെങ്കിൽ ഒരു എന്താണ് പ്രതിഫലം, ഈ കാര്യങ്ങളൊക്കെ മൂലം, അതായത് ഭീഷണി, ഭയന്ന് പ്രതിഫലമൊക്കെ പ്രതീക്ഷിച്ച്, അതായത് പൈസയൊക്കെ മേടിച്ച ഒരാൾ എന്താണ് കുറ്റം ഏറ്റെടുക്കുന്ന കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഒരാൾ കുറ്റം സമ്മതിക്കുകയാണ്, ഇത് കോടതിക്ക് തോന്നുകയാണ് ഭീഷണി ഭയന്നാണ്, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെയുള്ള കാരണങ്ങൾ മുഖേനയാണ് ഈ വ്യക്തി കുറ്റം സമ്മതിച്ചിരിക്കുന്നത് എന്ന് കോടതിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്താണ്, കോടതി ആ സമ്മതം, കുറ്റസമ്മതത്തെ എന്താണ് അപ്രസക്തമായിട്ട് പ്രഖ്യാപിക്കും. അതായത് അതിനൊരു വാല്യൂ ഇല്ലായിരിക്കും. അതായത് എന്താണ് ഇനി അതുപോലെ തന്നെ എന്താണ് ഈ കാര്യങ്ങളൊന്നും ഇല്ലാതെ, അതായത് ഭീഷണി ഇല്ല, അതുപോലെ പ്രേരണയില്ല, ഭയമില്ല, ഇങ്ങനെയുള്ള കാരണങ്ങളൊന്നും ഇല്ല എന്ന് കോടതിക്ക് ഉറപ്പ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ കോടതിക്ക് തോന്നുകയാണെങ്കിൽ എന്താണ്, കോടതി ആ കുറ്റസമ്മതത്തെ എന്താണ് പ്രസക്തമായും പ്രഖ്യാപിക്കും. അപ്പം നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലായെന്ന് തോന്നുന്നു. ഈ ഭീഷണിയൊക്കെ ഭയന്നിട്ടാണ് ഒരാൾ ഇത് ചെയ്യുന്നത് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോടതിയിൽ വെച്ച് ഇപ്പം പ്രതിക്കൂട്ടി വെച്ച് ആൾ കുറ്റം സമ്മതിക്കുന്നതിന് എന്താണ് കോടതിക്ക് തോന്നുകയാണ് മറ്റാരോ ഈ വ്യക്തിനെ എന്താണ് ഭയപ്പെടുത്തുന്നുണ്ട്, അല്ലെങ്കിൽ വ്യക്തി കോടതിക്ക് അടുത്ത് പറയുകയാണ് ഇങ്ങനെ ഒരു ഭയം എനിക്കുണ്ടായിരുന്നു, അങ്ങനെയാണ് ഞാൻ ഈ കുറ്റം സമ്മതിക്കുന്നത് എന്ന് കോടതിയുടെ അടുത്ത് പറയുകയാണ്, അല്ലെങ്കിൽ കോടതിക്ക് തോന്നുകയാണെന്ന് കരുതുക. ഇങ്ങനെ വരികയാണെങ്കിൽ എന്താണ് ആ കുറ്റസമ്മതത്തിന് എന്താണ് അത് അപ്രസക്തമായി പ്രഖ്യാപിക്കും കോടതി. അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് കോടതിക്ക് തോന്നുകയാണെങ്കിൽ അത് പ്രസക്തമായും പ്രഖ്യാപിക്കും. അപ്പോൾ 22ാമത്തെ സെക്ഷനിനകത്ത് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്ന ഈ കാര്യമാണ്. ഇനി മറ്റ് 2 കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഒരു കോടതിയിൽ എന്താണ് ഈ കോടതി പറയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങൾ പറയാൻ പോകുന്ന കാര്യം ചിലപ്പോൾ നിങ്ങൾക്കെതിരെ തന്നെ തെളിവായിട്ട് വരാം എന്നുള്ള കാര്യം കോടതി പറയേണ്ടതാണ്. പക്ഷെ അത് പറയാത്തത് മൂലം എന്താണ് ഈ പറയുന്ന ആള് കാര്യം പറഞ്ഞു എന്ന് പ്രതീക്ഷിച്ച് എന്താണ് ഇത് പിന്നെ അപ്രസക്തമായിട്ട് പ്രഖ്യാപിക്കില്ല. അതുപോലെ തന്നെ എന്താണ് ഒരാൾ മദ്യലഹരിയിലാണ് ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് എന്നുണ്ടെങ്കിലും എന്താണ് അത് അപ്രസക്തമായിട്ട് പ്രഖ്യാപിക്കില്ല. അതുപോലെ തന്നെ ഇവർക്ക് അറിയില്ലാത്ത ഒരു കാര്യമാണെന്ന്, അറിയില്ലാത്ത ഒരു കാര്യത്തെ പറ്റി എന്താണ് അല്ലെങ്കിൽ ചോദിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ, അതായത് കോടതിയിൽ ഇവർക്കെതിരെ ചോദിക്കാത്ത ഒരു ക്വസ്റ്റ്യന് ഈ പറയുന്ന ആൾ ഉത്തരം പറഞ്ഞു, ഈ പറഞ്ഞതുകൊണ്ടും എന്താണ് ഇത് അപ്രസക്തമായിട്ട് പ്രഖ്യാപിക്കില്ല. ഇത് വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ എന്താണ് അത് പ്രസക്തമായി തന്നെ നിലനിൽക്കും എന്ന് ഓർക്കുക. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. പറഞ്ഞ ഈ എവിഡൻസ് ആക്ടിന് ചെറിയൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ രീതിയിൽ അത് വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഗ്രഹിക്കാൻ പാടായിരിക്കും, അതായത് നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ പാടായിരിക്കും. അപ്പം നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എക്സാമ്പിൾ വെച്ചാണെങ്കിലും നിങ്ങൾ ഈ കാര്യങ്ങൾ പഠിച്ചാൽ മതി. അപ്പോൾ 22ാമത്തെ സെക്ഷൻ ജസ്റ്റ് ഈ 2 കാര്യം ഓർക്കുക. എപ്പോഴാണ് ഒരു കുറ്റം എന്താണ് റെലവൻ്റ് ആകുന്നത് അല്ലെങ്കിൽ റെലവൻ്റ് അല്ലാതായി മാറുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. അതുപോലെ തന്നെ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ, അതായത് മദ്യലഹരിയിൽ അല്ലെങ്കിൽ ചോദിക്കാത്ത ക്വസ്റ്റ്യന് ഉത്തരം പറഞ്ഞു, അതുപോലെ തന്നെ കോടതി ഒരു കാര്യം പറയേണ്ടതുണ്ട്, അതായത് നിങ്ങൾക്ക് തന്നെ എതിരെ ഈ തെളിവ് ഇത് ഉപയോഗിക്കാൻ ചാൻസ് ഉണ്ടെന്നുള്ള കാര്യം കോടതി പറഞ്ഞില്ല, അല്ലെങ്കിൽ കോടതി പറയുന്നതിന് മുന്നേ തന്നെ ഈ പറയുന്ന ആള് ഈ ഉത്തരം പറഞ്ഞെന്ന് വെക്കുക എന്ന് പറഞ്ഞ ഈ 3 കാര്യങ്ങൾ എന്താണ് അപ്രസക്തമായിട്ട് പ്രഖ്യാപിക്കത്തില്ല എന്നുള്ള കാര്യങ്ങളെ ഇവിടെ പറയുന്നു. ജസ്റ്റ് അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ 22ാമത്തെ സെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഈ മെയിൻ 2 കാര്യം, ആദ്യം പറഞ്ഞ 2 കാര്യം ഓർത്താൽ മതി. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് 23ാമത്തെ സെക്ഷനാണ്. ഇതും എന്താണ് കുറ്റസമ്മതവുമായി ബന്ധപ്പെട്ട ഒരു സെക്ഷൻ തന്നെയാണ്. ഇവിടെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് സമ്മതിക്കുന്ന കുറ്റസമ്മതം ഉണ്ടല്ലോ, ഇത് ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന കുറ്റാരോപിതനെതിരെ നമുക്ക് എന്താണ് ഇത്
തെളിയിക്കാൻ, അതായത് ഈ കേസ് തെളിയിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതായത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അരികിൽ എന്താണ് കുറ്റസമ്മതം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് എന്താണ് നമുക്കവിടെ ഈ കുറ്റാരോപിതനായിട്ടുള്ള ആൾക്ക് നേരെ എന്താണ് ഈ തെളിവ് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഇത് തെളിയിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഒരു മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിലാണ് ഈ കുറ്റസമ്മതം നടത്തുന്നതെങ്കിൽ എന്താണ് ഇത് തെളിയിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇത് ജസ്റ്റ് നിങ്ങൾ ഈ കാര്യം ഒന്ന് ഓർത്താൽ മതി. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല. പക്ഷേ ഇവിടെ എന്താണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു കുറ്റസമ്മതം നടത്തി എന്നുള്ളത് വെച്ച് എന്താണ് അന്നേരം എന്താണ് കുറ്റം അല്ലെങ്കിൽ ശിക്ഷ സ്വീകരിക്കാൻ പാടില്ല. കാരണം എന്താണ് ചിലപ്പോൾ ഈ പോലീസ് കസ്റ്റഡിയിൽ അവർ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ എന്താണ് ഒരു പല മറ്റ് കാര്യങ്ങൾ ഉപയോഗിച്ചായിരിക്കും അവർ ഈ കേസ് അവരുടെ അടുത്ത് സമ്മതിപ്പിക്കുന്നത്. പക്ഷേ എന്താണ് അത് ചിലപ്പോൾ അവർ ഭയന്നായിരിക്കും ഈ കുറ്റം സമ്മതം നടത്തുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ് ഇവിടെ റെലവൻ്റ് അല്ല എന്നുള്ളത് പറഞ്ഞിരുന്നു. അത് തന്നെയാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത്. ചെറിയ ഇത് തെളിവ് ഇത് തെളിയിക്കാൻ പാടില്ല എന്ന് പറയുന്നു. ഇനി എന്നാൽ ഒരു മജിസ്ട്രേറ്റിന് മുമ്പാകെയാണ് ഈ കുറ്റസമ്മതം നടത്തുന്നതെങ്കിൽ എന്താണ് മജിസ്ട്രേറ്റിന് ഉത്തരവിടാം, ഇത് ബാക്കി നടപടി ചെയ്യാം, ഇത് തെളിയിക്കാം എന്ന് പറയുന്നു. ഇനി അതുപോലെ തന്നെ ഒരാൾ കുറ്റം സമ്മതിച്ചു എന്ന് പറഞ്ഞ് നമുക്ക് ഇവർക്കെതിരെ നേരിട്ട് എന്താണ് ശിക്ഷ നടപ്പിലാക്കാൻ പറ്റില്ല. കാരണം ഇത് തെളിയിക്കണം. ഒരാളിപ്പം വന്ന് പറയുന്നു ഞാനൊരു വ്യക്തിയെ കൊന്നു, പക്ഷേ എന്ന് പറഞ്ഞ് നമുക്ക് അവരെ നേരെ അറസ്റ്റ് ചെയ്തല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ അവിടെ ചെയ്യേണ്ടത് എന്താണ് തെളിവ് ആദ്യം തന്നെ സ്വീകരിക്കണം. ഇപ്പം നമ്മൾ അറസ്റ്റ് ചെയ്തെന്ന് വെക്കുക. ഇപ്പം നമ്മൾ പല കേസുകളിലും കണ്ടിട്ടുണ്ട്. ആദ്യം തന്നെ എന്താണ് കുറ്റം സംബന്ധിച്ച ഒരാളെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ എടുത്ത ശേഷം എന്താണ് ഇവർ ആദ്യം ചെയ്യുന്ന കാര്യം എന്താണ് അവിടെ തെളിവ് സ്വീകരിക്കും. അതായത് ഇവർ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ അല്ലെങ്കിൽ ഇങ്ങനെ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിച്ച് അവിടെ തെളിവ് സ്വീകരിച്ചതിന് ശേഷമായിരിക്കും ഇതിന്റെ നടപടികൾ സ്വീകരിക്കുന്നത്. അപ്പൊ ആ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് പറയുന്നത് 24ാമത്തെ സെക്ഷനാണ്. ഇതും എന്താണ് കുറ്റസമ്മതവുമായി ബന്ധപ്പെട്ട ഒരു സെക്ഷനാണ്. വളരെ എളുപ്പമായിട്ടുള്ള സെക്ഷനാണ്. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൂട്ടായിട്ടുള്ള ഒരു കുറ്റം നടക്കുകയാണെന്ന് വെക്കുക. അതായത് ഒന്നിലധികം ആൾക്കാർ ചേർന്ന് ഒരു കുറ്റം ചെയ്യുകയാണ്. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന ഒരാൾ കുറ്റസമ്മതം നടത്തുകയാണ്. എന്നിട്ട് പറയുകയാണ് മറ്റുള്ള ആൾക്കാരും അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാരുടെ പേര് പറഞ്ഞിട്ട് പറയുകയാണ് ഇവരും എൻ്റെ കൂടെ ഈ ക്രൈം ചെയ്യാനുണ്ടായിരുന്നു എന്ന് പറയുകയാണ്. ഇവിടെ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യം ഉപയോഗിച്ച്, അതായത് ഇപ്പം എ എന്നുള്ള വ്യക്തിയാണ് പറയുന്നത് മറ്റ് വ്യക്തികൾ എൻ്റെ കൂടെ കൂടിയിരുന്നു എന്ന് പറയുകയാണ്. അതായത് എ പറഞ്ഞ കാര്യം എന്താണ് കോടതിക്ക് പരിഗണിക്കാം, അതായത് അതൊരു തെളിവായിട്ട് പരിഗണിക്കാം എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് കൂട്ടായിട്ട് ഒന്നിലധികം ആൾക്കാർ ചേർന്ന് ഒരു കുറ്റം ചെയ്യുകയാണെന്ന് കരുതുക. ഇതിൽ ആരെങ്കിലും ഒരാളെ പിടിച്ചു, ഈ ഒരാൾ സമ്മതിക്കുകയാണ് കുറ്റം ഞാൻ ചെയ്തു, എൻ്റെ കൂട്ടത്തിൽ ഈ 2-3 പേരും കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പറയുകയാണ്. അപ്പോൾ ഈ ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എന്താണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യം വെച്ച് ബാക്കിയുള്ള ആൾക്കാരെയും എന്താണ് ഇപ്പൊ നമ്മളിപ്പം പറഞ്ഞത് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി ഇതിന് ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. അതായത് എയും ബിയും ചേർന്ന് സി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൊന്നു എന്ന് കരുതുക. ഇവിടെ ബി എ പിടിച്ചു അല്ലെങ്കിൽ എ പിടിച്ചെന്ന് കരുതുക. എ പറയുകയാണ് എന്താണ് തെളിവെടുപ്പിൽ എ പറയുകയാണ് ഈ ബി എന്ന് പറയുന്ന ആളും ഞാനും കൂടെയാണ് ഈ സി എന്ന് പറയുന്ന ആളെ കൊന്നത് എന്ന് പറയുകയാണെങ്കിൽ എന്താണ് ഇവിടെ ഈ ബിക്ക് എതിരായിട്ട് നമുക്ക് എന്താണ് അവിടെ അതൊരു തെളിവായിട്ട് ഉപയോഗിച്ച് നമുക്ക് ഇതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഏകദേശം 8 സെക്ഷനുകൾ പറഞ്ഞു. അതായത് ഒരു 5 ഡെഫിനിഷനുകളും 3 സെക്ഷനുകളും പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ എവിഡൻസ് ആക്ട്, അതുപോലെ നമ്മുടെ ഭാരതീയ സാക്ഷ്യ അധിനിയം, ഇത് രണ്ടിന്റെ കുറെ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഇന്ന് പറഞ്ഞിരുന്നു. ഈ ഭാഗത്ത് നിന്നെല്ലാം എന്താണ് ഒരു സ്റ്റേറ്റ്മെന്റ് രൂപേണയുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിന്റെ നോട്ടുകളിൽ കുറച്ച് കാര്യങ്ങൾ അധികമായിട്ടുള്ളത് നോട്ടിൽ ആഡ് ചെയ്തു കൊള്ളാം. എല്ലാവരും നന്നായിട്ട് വായിച്ച് തന്നെ പഠിക്കുക. സാധാരണ ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അത് പഠിക്കുക. അതിനുശേഷം നോട്ടും കൂടെ നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഒരു തവണ വായിച്ചു കഴിയുമ്പോൾ ചിലപ്പം അത് മനസ്സിലാകാൻ ചാൻസ് കുറവായിരിക്കും. കാരണം ഇത് ആ ഒരു രീതിയിലുള്ള ലാംഗ്വേജ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ എവിഡൻസ് ആക്ടിൽ. അപ്പോൾ അത് നിങ്ങൾ നല്ല രീതിയിൽ ഈ നോട്ട് വായിച്ച ശേഷം പിന്നീട് ഒന്നുകൂടെ ക്ലാസ് വിടുക. എന്നിട്ട് നല്ല രീതിയിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പഠിക്കുക. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.